ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുഞ്ചു സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിശക്കണു വിശക്കണു എന്ന് പറയാറുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ സ്വീറ്റ് കോൺ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇത് വന്നിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇഡ്ഡലി തട്ടാണ് കേട്ടോ. അതിനുള്ളിൽ നാട്ടിലൊക്കെ ഇനി ഒരു അപ്പത്തട്ട് കിട്ടുമല്ലോ, അങ്ങനെ ഒരു തട്ട് ഉണ്ടാവില്ല. ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തട്ടുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ എനിക്ക് അപ്പത്തട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതേ തട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ട് അതിനുള്ളിൽ ഈ കോൺ ഉണ്ടല്ലോ, അത് നമുക്ക് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. നാട്ടിലെനിക്ക് അറിയില്ല അത് കിട്ടുമോ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. അതിൽ അങ്ങനെ നമ്മൾ വെച്ചൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. 5 മിനിറ്റ്സ് കുക്ക് ചെയ്ത ശേഷം വെളിയിലെടുത്ത് വെച്ച ശേഷം ഇനി ഒരു പാൻ എടുക്കുക. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പാനിലെ എന്താ പറയുക, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ, അതിനുള്ളിൽ കുറച്ച് കടുക് വറുക്കാനുള്ള അത്ര ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന കോൺ ഉണ്ടല്ലോ, ആ കോണിനെ അതിനുള്ളിലേക്ക് ഇടുക, മൊത്തമായിട്ട് ഇടുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിന് വാട്ടർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഇപ്പിടൊന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി, അതും ഇപ്പോൾ എരിവിനനുസരിച്ച്. ഇത് സ്വീറ്റ് ആയതുകൊണ്ട് അതിൽ കുറച്ച് സോൾട്ട്, എരിവൊക്കെ വരുമ്പോൾ നന്നായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിനുള്ളിലേക്ക് കുറച്ച് ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് ഗരം മസാല കൂടി ഇടണം. ഗരം മസാല കുറച്ച് ആഡ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഓർത്തോളൂ, ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനെ നമ്മൾ കടുക് വറുക്കുമ്പോൾ വെള്ളമുള്ളപ്പോൾ പൊട്ടില്ല, അതുമാതിരി പൊട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കുക. പിന്നെ ഒരു ഇത്തിരി നാരങ്ങ കൂടെ അതിന് മുകളിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് ചൂടായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. ഇതിനകത്ത് ഓയിലില്ല, ഫാറ്റില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്.